ജോൺ ബ്രിട്ടാസ് ഇവിടെ നമ്മുടെ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തൂ. നമ്മളൊക്കെ എല്ലാവരും ജനാധിപത്യ വിശ്വാസികൾ അല്ലാത്തവർ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ആ ശബ്ദ വോട്ടെടുപ്പിൽ നോ എന്നുയർന്ന യെസ് എന്ന ശബ്ദത്തോളം പോകുന്ന ശബ്ദം ഒരു എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും വലിയ ആഹ്ലാദം നൽകുന്ന ഒരു ശബ്ദത്തിൻ്റെ ആരവമാണ്. അത് ജനാധിപത്യത്തിൻ്റെ ആരവമാണ്, തർക്കമാക്കരുത്. അതിൽ രാഷ്ട്രീയം വേണ്ട. സഭയിൽ വിയോജിപ്പിന് ശബ്ദമുണ്ടാകുന്നു, ഒക്കെ നല്ല കാര്യം. ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു, ഒക്കെ നല്ല കാര്യം. പക്ഷേ അപ്പോഴും ശ്രീ ജോൺ ബ്രിട്ടാസ്, ഈ ഓം ബിർള എന്ന് പറയുന്ന ആൾ പ്രതിപക്ഷ വിരുദ്ധനായി പ്രവർത്തിച്ചെന്ന് കോൺഗ്രസ് പറയാൻ, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയാനുള്ള കാരണം ഈ പറയുന്ന കൂട്ട സസ്പെൻഷൻ അടക്കം നഗ്നമായി അവിടെ സഭയിൽ BJPക്കൊപ്പം നിന്ന് എത്രയെത്ര സന്ദർഭങ്ങൾ കഴിഞ്ഞ ലോക്സഭയിലുണ്ടായി. ജോൺ ബ്രിട്ടാസ് ഇക്കുറിയും ആ ഓം ബിർള തന്നെയാണ് സ്പീക്കർ. ഇക്കുറിയും ആദ്യം ഇറങ്ങുന്നത് കോൺഗ്രസിനെ പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരു പ്രമേയമാണ്. അപ്പോൾ മാറും. ഇപ്പോൾ അവിടെ പ്രതിപക്ഷം ശക്തമായിരിക്കുമ്പോഴും ഈ ഭരണപക്ഷവും BJPയും സഖ്യ സർക്കാരാണെങ്കിലും അവർ മാറി എന്ന് പറയാനായോ ശ്രീ ജോൺ ബ്രിട്ടാസ്? അശ്വിൻ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു സാഹചര്യം ഒന്ന് വിഭാവനം ചെയ്യാം. അതായത് കേരളത്തിൽ കോൺഗ്രസും CPM തമ്മിൽ, ഇടതുപക്ഷവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. നിയമസഭയിൽ പിണറായി വിജയൻ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഒരു പ്രമേയവുമായി വരുന്നു. അത് സ്പീക്കറെ കൊണ്ട് വായിപ്പിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ ഏറ്റവും കൂടുതൽ തിക്താനുഭവങ്ങൾ പേറിയൊരു വ്യക്തിയാണ് അദ്ദേഹം. അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹം ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായി ചോരയിൽ മുങ്ങിയ കുപ്പായവുമായിട്ട് പിന്നീട് സഭയിൽ വന്നൊരാളാണ്. എങ്ങനെയായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ കാണുന്നത്, കേരളത്തിലെ ജനങ്ങൾ അതിനെ കാണുന്നത്? 50 വർഷം മുമ്പ് നടന്ന ഒരു വിഷയത്തെ നിങ്ങൾ വീണ്ടും ഉയർത്തുന്നത്, ഇത് പല പ്രസക്തമായ വിഷയങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ചെപ്പടി വിദ്യ ആയിരിക്കില്ലേ എന്നായിരിക്കില്ലേ നിങ്ങൾ തലവാചകങ്ങൾ എഴുതാൻ പോകുന്നത്? അതിന് സമാനമായ ഒരു സംഭവമാണ് ഇന്ന് ലോകസഭയിൽ നടന്നത്. അടിയന്തരാവസ്ഥ തെറ്റായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസിനെ ശിക്ഷിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മാറില്ല, മോഡി എന്നുള്ള സർവാധികാരിക്ക് യാതൊരു മാറ്റവുമില്ല എന്നുള്ള ഒരു ഉദ്ഘോഷം നടത്താൻ വേണ്ടി ഇന്ന് സ്പീക്കറെ അദ്ദേഹം ഒരു കരുവാക്കി മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട്, നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും അവരുടെ രീതിയിൽ അണുവിട വ്യത്യാസം വരുത്താൻ പോകുന്നതില്ല. ജനാധിപത്യത്തിൻ്റെ സർഗാത്മകത പാർലമെൻറ്റിൽ തളം കെട്ടാൻ പോവുകയാണ്. ഇനി പഴയ പാർലമെൻ്റ് ആയിരിക്കില്ല. 148 അംഗങ്ങളെ പിരിച്ചുവിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ഏറ്റുമുട്ടുന്ന, അതല്ലെങ്കിൽ ദോശ ചുട്ടെടുക്കുന്ന പോലെ നിയമങ്ങൾ പാസ്സാക്കുന്ന ഒരു പാർലമെൻ്റ് ആയിരിക്കില്ല. കൃത്യമായ ചർച്ചകളിലൂടെ, സംവാദങ്ങളിലൂടെ നിയമനിർമ്മാണം നടത്തുന്ന, ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ചർച്ചകൾ നടക്കുന്ന, അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉയരുന്ന ഒരു വേദിയായിരിക്കും പാർലമെൻറ്റ് എന്നുള്ള ധാരണകൾ ഇന്നോടുകൂടി കടപുഴകിയിരിക്കുകയാണ്. ഇന്ന് 3 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. പ്രേമേന്ദ്രനെ കുറിച്ച് സൂചിപ്പിച്ചു. ഒന്ന്, കേജ്രിവാൾ ED കേസിൽ ജാമ്യത്തിൽ പോകുമെന്ന് ഭയന്നുകൊണ്ട് അദ്ദേഹത്തെ CBI തിരക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. അതായത് സുപ്രീം കോടതിയിലേക്ക് ED കേസ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തു വരുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ CBIയെ കളത്തിലിറക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു. 2, പ്രേമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ അടിയന്തരാവസ്ഥയെ മുൻനിർത്തി ഒരു സ്പീക്കർ എന്ന് പറഞ്ഞ ആരാണ്? സഭയുടെ നാഥനാണ്. ഒരു കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ആ പ്രമേയം അവതരിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എല്ലാവരുടെയും വിശ്വാസം ആർജിക്കേണ്ട ഒരു തസ്തിക അലങ്കരിച്ചുകൊണ്ട് താൻ സ്ഥാനാരോഹണം ചെയ്ത ആ പ്രഥമ ദിനം തന്നെ താൻ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലെ പാവ മാത്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സ്പീക്കർ ദൗർഭാഗ്യകരമായി ഒരു പ്രമേയമായി രംഗത്ത് വരുന്നു. 3, ഡെപ്യൂട്ടി സ്പീക്കറെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഉറപ്പ് പ്രതിപക്ഷത്ത് നൽകാതിരിക്കുന്നു. ഈ 3 സംഭവങ്ങളിലൂടെയും കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദിയുടെ സ്വഭാവം മാറാൻ പോകുന്നില്ല. പാർലമെന്റിന്റെ ഘടന മാറിയിട്ടുണ്ടാകും, സാമൂഹ്യ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മാറിയിട്ടുണ്ടാവും. എന്നാൽ സർവാധികാരി, അമിതാധികാരി എന്നുള്ള ആ പദവിയിൽ നിന്ന് താഴെ ഇറങ്ങാൻ താൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി നടത്തിയത്. ഇന്ന് പാർലമെന്റ്, ലോകസഭാ നടപടികൾ, ഞാൻ രാജ്യസഭാ അംഗമാണെങ്കിൽ പോലും ഞാൻ ലോകസഭയുടെ നടപടികൾ വീക്ഷിച്ചപ്പോൾ എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യമുണ്ട്.
അതായത് പ്രതിപക്ഷ നിര 3 വരിയിൽ പ്രതിപക്ഷാംഗങ്ങൾ നിറഞ്ഞു നിന്നുകൊണ്ട് 3-4 പേരെ മാത്രമേ മാറി നിന്നുള്ളൂ. അവർ ഒറ്റക്കെട്ടായി ഈ പറയുന്ന പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അടിയന്തരാവസ്ഥ പ്രമേയം കൊണ്ടുവന്നെങ്കിൽ പോലും പ്രതിപക്ഷം ഒറ്റക്കെട്ടോടെ ആ 3 വരികളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യം സർഗാത്മകമാകണം, സാർത്ഥകമാകണമെന്ന് ഒറ്റ ശബ്ദത്തിൽ പ്രതികരിച്ചത് പ്രതീക്ഷ നൽകുന്നുണ്ട്. അതേസമയം തന്നെ എൻ്റെ സന്ദേഹങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരിൽ നിന്ന് ജനാധിപത്യമോ ജനാധിപത്യ സ്ഥാപനങ്ങളോ ജനങ്ങളോ നീതി പ്രതീക്ഷിക്കേണ്ടതില്ല. കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി അവലംബിച്ച സമീപനം എന്തായിരുന്നു? ആ സമീപനത്തിൽ അണുവിട മാറ്റം വരുത്താൻ അദ്ദേഹം തയ്യാറല്ലെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു. ഞാൻ ഒരു ഒറ്റ വാചകം കൂടി ഭരണകക്ഷി അംഗങ്ങളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നിയമസഭകളിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പലപ്പോഴും ഭരണകക്ഷി തന്നെയാണല്ലോ കൈയാളുന്നത്. പാർലമെന്റ്, ലോകസഭ, നിയമസഭകളെ നോക്കിയാണോ മുമ്പോട്ട് പോകേണ്ടത്? നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ടുള്ള ലോകസഭ ആർജിച്ച ആരോഗ്യകരമായൊരു കീഴ്വഴക്കത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ട് അട്ടിമറിക്കുമ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ജനാധിപത്യം പരിഹാസ്യമാകുന്നത്. അതുകൊണ്ട് ആഷ്മി, പ്രേമേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സന്ദേഹങ്ങളാണ് എനിക്കുള്ളത്. ഈ സന്ദേഹങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും പോയ കാലത്തെ പോലെ ഒരു ചർച്ചയും ഇല്ലാതെ, അല്ലെങ്കിൽ മണിപ്പൂരൊക്കെ നിന്ന് കത്തുമ്പോൾ ഒരക്ഷരം കമാന്നൊരക്ഷരം മിണ്ടാതെ നാടിന്റെ നെഞ്ചുമൊത്തം നീറ്റുന്ന ആ റേപ്പ് വിഷ്വൽസ് മാത്രം പുറത്തു വരുമ്പോൾ എനിക്കും വേദനിക്കുന്നു പ്രധാനമന്ത്രി പറയുന്നത്. അല്ലാതെ ആ കാലത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകുമെന്ന് കരുതാം. പ്രതീക്ഷകളാണല്ലോ മുന്നോട്ട്. ഞാൻ താമസിക്കപ്പെട്ട